എന്തു പറ്റി? എനിക്കൊന്ന് സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ല അമ്മ. ഞാൻ അവിടെ ചെല്ലുമ്പോ ആ CI അവിടെ ഉണ്ടായിരുന്നു. ആട്ടി ഓടിക്കായിരുന്നു എന്നെ അയാള്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ട് മോള് കേട്ടോ? ഒന്ന് അടുത്തേക്ക് ചെല്ല, ഒന്ന് വിശേഷം ചോദിക്കാൻ അനുവദിക്കായിരുന്നല്ലോ അയാൾക്ക്. തിരിച്ചിറങ്ങുമ്പോ അവിടെ ജയർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മേ, അയാള് ഹരിയുടെ അടുത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. എല്ലാവരും കൂടിയുള്ള ഒത്തുകളി അമ്മ ഇത്. എന്നോടുള്ള വൈരാഗ്യ ഹരിയോട് തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ എന്നെ പിന്തിരിപ്പിക്കാന്ന് അമ്മയുടെ മോൻ കരുതുന്നുണ്ടോ? എന്താ ശരവണ, നിത്യ പറയുന്നത് കേട്ട് സന്തോഷമായോ നിനക്ക്? അച്ഛനും മകനും ഇപ്പം നടത്തുന്ന വേഷം കെട്ടിന് കൂട്ടു നിൽക്കുന്നത് നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ജീവനൊക്കെ ഞങ്ങളോട് വൈരാഗ്യമുണ്ട്, പക്ഷെ നിനക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോടാ? ഒന്നുമില്ലെങ്കിലും ഇത്രയോ നാള് ഞാൻ നിനക്ക് വെച്ച് വിളമ്പി തന്നിട്ടുണ്ടടാ. അതിന്റെ പേരിൽ നന്ദി ഒന്നും കാണിക്കണ്ട, അതൊന്നും മനസ്സിലെങ്കിലും ഉണ്ടായിക്കൂടെ? കാശുള്ളവനാണ് ജയർ. ഇപ്പൊ ആ പണത്തിന്റെ കാവൽക്കാരനാണ് രഘുവേട്ടൻ. അവരുടെ കൂടെ നിൽക്കുന്നതാണല്ലോ നിനക്ക് ലാഭം. സമ്പന്നതയിൽ കഴിയുകയും ചെയ്യാം,